റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ് റിയൽമി ബഡ്സ് T500 Pro 2 ദിവസം മുന്നേ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അന്ന് തന്നെ പ്രോഡക്റ്റ് അങ്ങോട്ട് സ്റ്റോക്ക് ഔട്ടായി. കാരണം ഞാൻ മേടിക്കാൻ നോക്കുന്ന സമയത്ത് പ്രോഡക്റ്റ് അവൈലബിൾ അല്ല. എന്തായാലും 2599 എന്നുള്ളൊരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഫ്ലിപ്കാർട്ടിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് രണ്ടിടത്തും സാധനം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്. എന്നാൽ ഉടനെ തന്നെ എപ്പോഴാണോ ഇത് അവൈലബിൾ ആകുന്നത് അപ്പോൾ തന്നെ ഞാൻ മേടിച്ചിട്ട് അങ്ങോട്ട് അൺബോക്സ് ചെയ്യും. ഇനി 2599 ആണോ, ഇനി അല്ല ഇപ്പോൾ അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണിക്കുന്ന 2799 ആണോ പ്രോഡക്റ്റ് അവൈലബിൾ ആകാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എത്ര രൂപയാണെങ്കിലും ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനും അതുപോലെ തന്നെ ഓഫർ അപ്ഡേറ്റ്സിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി. അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് ഈ ഒരു പ്രോഡക്റ്റും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദീപ് സ്റ്റോർ വഴി മേടിക്കാൻ പറ്റും. ഞാൻ 2799 മേടിച്ചെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനേക്കാളും വിലക്കുറവിലായിരിക്കും ആ ഒരു പ്രോഡക്റ്റ് അവിടെ കിട്ടുക. കൂടാതെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പ് ഉണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ നമ്മുടെ T500 Proയിലേക്ക് വരുവാണെങ്കിൽ 2799 രൂപയാണ് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കാണുന്നത്. എന്നാൽ ഫ്ലിപ്കാർട്ടിൽ 2599 തന്നെയാണ്. പക്ഷേ ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 2599 കിട്ടുന്നത് 200 രൂപ ഓഫിൽ എന്നുള്ളത്. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ 2799 ആയിരിക്കും അതിൻ്റെ നോർമൽ റേറ്റ് എന്നുള്ളത്. ലെമൺ കോള, ഓറഞ്ച് മിൻറ്റ്, ലിക്കർ, ചോക്ലേറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ഞാൻ മിക്കവാറും മേടിക്കുന്നത് ഈ ഒരു ലെമൺ കോള എന്ന് പറഞ്ഞൊരു കളറായിരിക്കും. കാരണം ആ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട്. അട്രാക്റ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു കളറും ആ ഒരു കളർ കോമ്പിനേഷനും കേട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏത് കളർ ഇഷ്ടപ്പെട്ടോ അത് ഉറപ്പായിട്ടും മേടിക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉറപ്പായിട്ടും ഇവിടെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. സ്മോളർ ദാൻ എ ക്യാൻഡി ബോക്സ് എന്നാണ് ഇവർ ഇവിടെ തന്നെ ഈ ഒരു കേസിനെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ 20% സ്മോളർ ദാൻ ദ പ്രീവിയസ് ജനറേഷൻ. എനിക്ക് തോന്നുന്നു നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7 കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എയർ 8 കമ്പയർ ചെയ്തിട്ടാണോ ഈ ഒരു പ്രീവിയസ് ബോക്സ് എന്ന് എഴുതി വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഇനി അതല്ല റിയൽമി ബഡ്സ് T200 ഉണ്ടല്ലോ, ഇനി അത് വെച്ചിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ മേലട്ടാ. റിയൽമി ബഡ്സ് T200 എന്ന് പറയുമ്പോഴത്തേക്ക് LDAC കോഡൊക്കെയുള്ള 2000 രൂപയ്ക്ക് ഉള്ളിൽ മേടിക്കാൻ പറ്റുന്ന ഒരു ബഡായിരുന്നു. സോ അതും ആയിരിക്കാം മിക്കവാറും ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്തേക്കുന്നത്. കൂടാതെ ലൈറ്റർ ദാൻ എ ക്യാൻറ്റി 4.5 ഗ്രാംസ് മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. 6 മൈക്കാണ് നമുക്ക് ഇവിടെ ആ ഒരു കോളിങ്ങിന് വേണ്ടി കൊടുത്തേക്കുന്നത്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 3 മൈക്ക് വീതം കാണാം. ഉറപ്പായിട്ടും മറ്റുള്ള അവരുടെ പ്രോഡക്റ്റുകളിൽ 3 മൈക്കുള്ളതിൽ നല്ല ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കാം നമ്മുടെ ഇവിടെ ഈ ഒരു T500 Proയിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ മൈൻഡ് ഫ്ലോ മോഡുണ്ട്. അതായത് നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പിൽ ഒരു ഓപ്ഷനാണ്. അതിൽ നമുക്ക് എന്താ പറയുക, നല്ല നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കമൊക്കെ വരുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ 12.4 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. LHDC കോഡക്ക് സപ്പോർട്ടാണ്. അതാണ് ഇതിലെടുത്ത് പറയേണ്ട ഒരു വലിയ സവിശേഷത. എന്നാൽ LHDC കോഡൊക്കെ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ട് ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും AAC കോഡക്കിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. അത് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ മൾട്ടിപ്പിൾ EQ മോഡ്സ് ഉണ്ട്. അതൊക്കെ പിന്നെ റിയൽമി ലിങ്ക് ഏതൊക്കെ ഇയർബഡിലാണ് സപ്പോർട്ട് ആയിട്ടുള്ളത് അതിനൊക്കെ തന്നെ ഈ ഒരു മൾട്ടിപ്പിൾ നമ്മുടെ ക്ലിയർ വോക്കൽസ്, നേച്ചർ ബാലൻസ്, ക്ലിയർ ബേസ് ബൂസ്റ്റ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പ്ലേ ടൈമിലേക്ക് വരുവാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് 56 മണിക്കൂറാണ് മാക്സിമം. അത് കിട്ടണമെങ്കിൽ നമ്മൾ AAC കോഡക്കിൽ ANC ഓഫ് ആക്കിയിട്ട് കേൾക്കണം. എന്നാൽ സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 13.5 ആണ്. ഇനി ANC ഓൺ ആക്കിയിട്ട് AAC കോഡക്കിലേക്ക് വരുവാണെങ്കിൽ 8 hours സിംഗിൾ പ്ലേ ടൈമും 33 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. ഇനി അതല്ല ANC ഓഫ് ആക്കിയിട്ട് LHDC കോഡക്കിലാണ് കേൾക്കുന്നതെങ്കിൽ 9 hours ആണ് നമുക്ക് സിംഗിൾ പ്ലേ ടൈമും 36 മണിക്കൂർ മാത്രമാണ് നമ്മുടെ പ്ലേ ടൈമിലേക്ക് വരുന്നത്. എന്നാൽ ANC ഓൺ ആക്കിയിട്ട് LHDC കോഡം കൂടെ ഓൺ ആക്കുവാണെങ്കിൽ 5.5 hours സിംഗിൾ പ്ലേ ടൈമും 23 hours മാത്രമാണ് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നത്. ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും കമ്പനി പറയുന്നത് മിക്കവാറും ഒരു 50 അല്ലെങ്കിൽ 60 hours പാട്ട് കേൾക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ 100% പാട്ടിട്ടിട്ട് ഇതേപോലെ നിങ്ങൾക്ക് 23 മണിക്കൂർ അല്ലെങ്കിൽ 56 മണിക്കൂറൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. സോ ഒരു 50 to 60 hours കേൾക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ആ ഒരു ചെവിക്കും നല്ലത്. അതേപോലെ തന്നെ പ്ലേ ടൈം ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത, ഇതിനകത്ത്
ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റിയാണ്. നോർമലി നമുക്ക് ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ട്രിപ്പിൾ ആണ്, അതായത് 3 ഡിവൈസിൽ അറ്റ് എ ടൈം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അത് വലിയൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെ സഹായിക്കുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആണ്. 55 ms അൾട്രാ ലോ ലേറ്റൻസി ഉണ്ട്. IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. ഫൈൻഡ് മൈ ഇയർബഡ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഉറപ്പായിട്ടും 2599 ആയിക്കോട്ടെ 2799 ആയിക്കോട്ടെ, ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് ബൈങ് എന്നുള്ളിൽ വേറൊരു സംശയമില്ല. നോർമലി നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7 ഒക്കെ ഉണ്ടല്ലോ, ഓഫർ സമയങ്ങളിൽ 2799 എത്തും. എന്നാൽ അവിടെ ഈ ഒരു ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റിയും നമ്മുടെ ബ്ലൂടൂത്ത് വെർഷൻ 6.1 ഒന്നുമല്ല. സോ അങ്ങനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് സ്പെക്ക് വേണം, എന്നാൽ 3000 രൂപയ്ക്കുള്ളിലായിരിക്കണം ആ ഒരു പ്രോഡക്റ്റിന്റെ വിലയെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T500 Pro നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഞാൻ വീണ്ടും പറയണത്, ഉറപ്പായിട്ടും ഇത് എപ്പോൾ അവൈലബിൾ ആകോ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ പ്രോഡക്റ്റ് അങ്ങോട്ട് മേടിച്ച് അൺബോക്സ് ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കളർ ഇതിൻ്റെ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടിടണേ. എന്തായാലും ഞാൻ യെല്ലോ തന്നെ ആയിരിക്കും മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.